എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മോശമായ രാത്രി. തൻ്റെ വിവാഹ ദിനത്തെക്കുറിച്ച് ഒരു യുവതിയുടെ വാക്കുകളാണിത്. എന്നാൽ ഏറ്റവും മോശമായ ആ രാത്രിയിൽ നിന്ന് ക്രിസ്തുവിലുള്ള വിശ്വാസം കൊണ്ട് മാത്രം ജീവിതം പടുത്തുയർത്തിയതിൻ്റെ അത്ഭുത സാക്ഷ്യമാണ് ബ്രസീലുകാരിയായ പ്രസില്ലയുടേത്. 10 വർഷത്തെ പ്രണയത്തിനൊടുവിലാണ് പ്രസില്ലയും ഗുസ്തോവോയും ദേവാലയത്തിൽ വെച്ച് വിവാഹിതരായത്. എന്നാൽ അവരുടെ സ്വപ്നങ്ങൾക്ക് 24 മണിക്കൂറിൻ്റെ ആയുസ് പോലും ഉണ്ടായിരുന്നില്ല. വിവാഹ രാത്രിയിലാണ് ഗുസ്താവോയ്ക്ക് ഹെമറാജിക് സ്ട്രോക്ക് ഉണ്ടായത്. തലയ്ക്ക് അടിയന്തര ശസ്ത്രക്രിയ നടത്തേണ്ടി വന്നു. അതവരുടെ ജീവിതത്തെ എന്നേക്കുമായി മാറ്റിമറിച്ചു. സ്വയം എഴുന്നേൽക്കാനോ നടക്കാനോ ഒന്നും ചെയ്യാനാകാതെ നിശ്ചലനായി പോയ ഭർത്താവിനെ നോക്കി കണ്ണീരൊഴുക്കാനേ പ്രസില്ലയ്ക്ക് കഴിഞ്ഞുള്ളൂ. വിവാഹശേഷം ഭർത്താവിനോടൊപ്പം താമസിക്കാൻ തയ്യാറായി വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന സ്യൂട്ട് കേസുകളുമായി അവൾക്ക് സ്വന്തം വീട്ടിലേക്ക് മടങ്ങേണ്ടി വന്നു. എന്നാൽ അവിടം കൊണ്ട് എല്ലാം അവസാനിപ്പിക്കാൻ അവൾ തയ്യാറായിരുന്നില്ല. ഭർത്താവിനൊപ്പം കുടുംബിനിയായി ജീവിക്കാൻ അനുവദിക്കണമെന്ന പ്രാർത്ഥനയുടെ ദിനങ്ങളായിരുന്നു പിന്നീട്. ഇത്തരം രോഗബാധിതരായവരെ ശുശ്രൂഷിക്കേണ്ടത് എങ്ങനെയെന്ന് അവൾ പഠിച്ചു. തളർന്നുപോയ ഗുസ്തോവോയുടെ ശരീരത്തിനും മനസ്സിനും ബലം പകർന്ന് അവൾ ഒപ്പം നിന്നു. ദൈവം നിശ്ചയമായും ഇടപെടുമെന്നും തങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാമെന്നുമുള്ള പ്രത്യാശ മാത്രമായിരുന്നു പ്രസില്ലയുടെ കൈമുതൽ. ദേവാലയവും വിശുദ്ധ കുർബാനയും അവരുടെ ജീവിതത്തിൻ്റെ അവിഭാജ്യ ഘടകമായി മാറി. എൻ്റെ അടുത്തേക്ക് തിരികെ വരൂ, നമ്മുടെ വീട്ടിലേക്ക് തിരികെ വരൂ, നമ്മുടെ കുടുംബം, നമ്മുടെ കുട്ടികൾ, നമ്മുടെ യാത്രകൾ, ഇങ്ങനെ ഓരോ നിമിഷവും അവൾ ഗുസ്തോവോയുടെ ചെവിയിൽ മന്ത്രിച്ചു കൊണ്ടിരുന്നു. ഒടുവിൽ ദൈവം ഞങ്ങൾക്കായി അത്ഭുതം പ്രവർത്തിച്ചു, പ്രസില്ല പറയുന്നു. കൃത്യമായ പരിചരണവും പ്രാർത്ഥനയും ഗുസ്തോവോയെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവന്നു. ഉറച്ച പാറമേൽ ഞങ്ങളുടെ ഭവനം പണിയണമെന്നായിരുന്നു ദൈവഹിതം. കടന്നുപോയ വഴികളെക്കുറിച്ച് പ്രസില്ല പറയുന്നു. ഒരു പുസ്തകം എഴുതാൻ മാത്രമുള്ള അനുഭവങ്ങളുണ്ട്. ഇത്രയുമൊക്കെ സഹിച്ചിട്ടും ഇപ്പോഴും ഞങ്ങൾ സന്തോഷത്തോടെ ഇരിക്കുന്നത് കാണുമ്പോൾ ഞങ്ങളെ അറിയാവുന്നവർക്കൊക്കെ അത്ഭുതമാണെന്നും അവൾ കൂട്ടിച്ചേർത്തു. വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥനയ്ക്കും ത്യാഗപൂർവമായ കാത്തിരിപ്പിനൊടുവിൽ ഇക്കഴിഞ്ഞ ജൂലൈ 17 അവരുടെ ജീവിതത്തിലേക്ക് പുതിയൊരു അംഗത്തെ കൂടി ദൈവം നൽകി. കുഞ്ഞന്നമോൾക്കൊപ്പം സന്തോഷകരമായ കുടുംബജീവിതം ആസ്വദിക്കുകയാണ് പ്രസില്ലയും ഗുസ്താവോയും.